ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ആത്മോപദേശ ശതകം എന്ന കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 8-ാം പദ്യം. ഒളിമുതലാം പഴമഞ്ചുമുണ്ട് നാറും നളികയിലേറി നയേന മാറിയാടും കിളികളെ അഞ്ചുമരിഞ്ഞ് കീഴ്മറിക്കും വെളിവുരുവേന്തി അകം വിളങ്ങിടേണം. ഒളിമുതലാം പഴം അഞ്ചുമുണ്ട്. രൂപം തുടങ്ങിയ പഴങ്ങൾ അഞ്ചും ഭക്ഷിച്ച് നാറും നളികയിലേറി മലഭാണ്ഡമായ ദേഹമാകുന്ന കൂട്ടിൽ താമസമാക്കി നയേന മാറിയാടും നയമായി സദാ അതൃപ്തി പ്രകടമാക്കുന്ന കിളികളെ അഞ്ചും ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന 5 കിളികളെയും അരിഞ്ഞു കീഴ്മറിക്കും കീഴടക്കി നശിപ്പിക്കുന്ന വെളിവുരുവേന്തി ജ്യോതിർമയമായ ആത്മാനുഭൂതി നേടി അകം വിളങ്ങിടേണം, ചിത്തം പ്രസന്നമാകണം. രൂപം തുടങ്ങിയ പഴങ്ങൾ 5 ഭക്ഷിച്ച് മലഭാണ്ഡമായ ദേഹമാകുന്ന കൂട്ടിൽ താമസമാക്കി നയമായി സദാ അതൃപ്തി പ്രകടമാക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന 5 കിളികളെയും കീഴടക്കി നശിപ്പിക്കുന്ന ജ്യോതിർമയമായ ആത്മാനുഭൂതി നേടി ചിത്തം പ്രസന്നമാകണം. നയേന മാറിയാടും കിളികൾ. ചെവി, തൊലി, കണ്ണ്, മൂക്ക്, നാക്ക് എന്നീ പഞ്ചേന്ദ്രിയങ്ങളുടെ ആഹാരമാണല്ലോ യഥാക്രമം ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധങ്ങൾ. ഇന്ദ്രിയങ്ങളെ കിളികളാക്കി കൽപ്പിച്ചതുകൊണ്ടാണ് ശബ്ദാദികളെ പഴങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത്. നാറും നളിക ശരീരം തന്നെയാണ്. മാംസം, അസ്ഥി, മജ്ജ, രക്തം, ശുക്ലം, മേധസ്, രസം എന്നീ സപ്തമലങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണല്ലോ ശരീരം. അതുകൊണ്ടാണ് നാറും നളിക എന്ന് പറഞ്ഞിരിക്കുന്നത്. നളിക എന്ന ശബ്ദത്തിന് കുഴൽ എന്നാണ് അർത്ഥം. ഇവിടെ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കിളികൾക്കിരിക്കാനുള്ള കൂട് എന്ന അർത്ഥത്തിലാണ് നളിക ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നയേന മാറിയാടുന്നവയാണ് ഇന്ദ്രിയങ്ങളാകുന്ന കിളികൾ. കിളികൾ എങ്ങനെയാണോ ഒരു പഴം കൊത്തിയിട്ട് അത് ഉപേക്ഷിച്ച് മറ്റൊരു പഴം കൊത്താൻ തുടങ്ങുന്നത്, അതുപോലെ ഇന്ദ്രിയങ്ങൾ ഒരിക്കലും തൃപ്തി വരാതെ മാറി മാറി പുതിയ വിഷയങ്ങളെ അന്വേഷിച്ച് തെണ്ടിത്തിരിയുന്നു. അത് കിട്ടിയാൽ തൃപ്തിപ്പെട്ടുകൊള്ളാം എന്ന മട്ടിലാണ് പുതിയ വിഷയങ്ങളെ തിരയുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നിസ്സാരമായി തള്ളുകയും വേറെ പുതിയത് അന്വേഷിക്കുകയും ചെയ്യുന്നു. ഈ കിളികളെ അരിഞ്ഞ് കീഴ്മറിക്കുന്ന വെളിവുരുവാണ് സാധകൻ ഇന്ദ്രിയ വൈരാഗ്യത്തിൽ കൂടി നേടിയെടുക്കുന്ന ആത്മാനുഭൂതി. വെളിവുരു എന്ന പദത്തിന് ജ്യോതിസ്വരൂപം എന്നാണ് അർത്ഥം. ആത്മാനുഭൂതിയോടെ ഇന്ദ്രിയങ്ങളാകുന്ന കിളികൾ പൂർണ്ണമായും അരിഞ്ഞ് തള്ളപ്പെടും. അകം വിളങ്ങിടേണം. 7-ാം ശ്ലോകത്തിൽ നിർദ്ദേശിച്ച സത്സംസർഗം ലഭ്യമാകുന്നതോടെ സത്യാന്വേഷി വസ്തുബോധം വന്ന് നിസ്സംഗനായി ഇന്ദ്രിയ ജയത്തിന് കോപ്പുകൂട്ടുന്നു. എത്ര ബലവത്തായ ഇച്ഛാശക്തിയെയും ചലിപ്പിച്ച് ദുർബലപ്പെടുത്തി കളയുന്നവയാണ് ഇന്ദ്രിയങ്ങൾ. അതുകൊണ്ട് ഇന്ദ്രിയ ജയമാണ് സത്യാന്വേഷണ മാർഗത്തിലെ ഏറ്റവും പ്രയാസമേറിയതും പ്രധാനവുമായ ഘട്ടം. മനസ്സും ഇന്ദ്രിയങ്ങളും ഒരേ കാലഘട്ടത്തിൽ തന്നെ ജയിക്കപ്പെടേണ്ടവയാണ്. മനസ്സും ഇന്ദ്രിയങ്ങളും ഒരേ കാലഘട്ടത്തിൽ തന്നെ ജയിക്കപ്പെടേണ്ടവയാണ്. അതായത് ശമവും ദമവും ഒരേ കാലത്തിൽ തന്നെ പരിശീലിക്കണം എന്ന് താൽപ്പര്യം. സർവവ്യാപ്തമായ ആത്മസത്ത തന്നിൽ കുടികൊള്ളുന്നുവെന്നും അത് ആനന്ദ സ്വരൂപമാണെന്നുമുള്ള ഭാവന സദാ നിലനിർത്തണം. അതേ ആത്മസത്ത തന്നെയാണ് പുറമേ പ്രപഞ്ചമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നിങ്ങനെ ഭാവാദ്വൈതം മനസ്സിനെ പഠിപ്പിച്ച് രാഗദ്വേഷങ്ങൾക്ക് വഴങ്ങാതെ ദൈനംദിന കൃത്യങ്ങൾ നിറവേറ്റണം. ഇതാണ് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒരേ കാലഘട്ടത്തിൽ ജയിക്കാനുള്ള ഉപായം. ഇങ്ങനെ ശമദമങ്ങൾ ഒരേ കാലഘട്ടത്തിൽ പരിശീലിച്ചാൽ അചിരേണ ചിത്തപ്രസാദ രൂപത്തിൽ
ആത്മപ്രകാശമുള്ളിൽ ഉദയം ചെയ്യും. ഇതുതന്നെയാണ് സമാധ്യനുഭവത്തിൻ്റെ പ്രാരംഭഘട്ടം. ഇതിനെ തന്നെയാണ് ഗുരുദേവൻ വെളിവുരു എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഗീത ഇക്കാര്യം ഇങ്ങനെ വ്യക്തമാക്കുന്നു: രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശ്യൈർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. ഭഗവത്ഗീത 2:64. രാഗദ്വേഷങ്ങളില്ലാതെ കീഴടക്കപ്പെട്ട ഇന്ദ്രിയങ്ങളോടുകൂടി മനോവിജയം നേടി ആരൊരുവൻ കർമ്മരംഗത്ത് ചരിക്കുന്നുവോ അവൻ്റെ ചിത്തം പ്രസന്നമായിത്തീരുന്നു. ഈ പ്രസന്നത സത്യാനുഭവത്തിൻ്റെ തുടക്കമല്ലാതെ മറ്റൊന്നുമല്ല. ഇതോടെ എല്ലാ ദുഃഖവും തീരുന്നു. ബുദ്ധി പ്രകാശമയമായി ഏതു പ്രശ്നവും പരിഹരിക്കാൻ കഴിവുള്ളതായി തീരുന്നു. ഇതും ഗീത തന്നെ തുടർന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇന്ദ്രിയ നിഗ്രഹം സത്യാനുഭൂതിക്ക് അത്യന്താപേക്ഷിതമാണ്. സത്യാനുഭവം ആരംഭിച്ചു കഴിഞ്ഞാൽ അതോടെ ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായി കീഴടങ്ങുകയും ചെയ്യുന്നു. ഈ സാധനാനുഭൂതികളെ സുന്ദരമായി ചിത്രീകരിക്കുന്നതാണ് 8ാമത്തെ പദ്യം. വിഷയവൈരാഗ്യവും ഇന്ദ്രിയജയവും സത്യാനുഭൂതിയുടെ ആരംഭമായ ചിത്തപ്രസാദവും നേടിക്കഴിയുന്നതോടെ സാധകൻ്റെ ഉള്ളിൽ പ്രാണശക്തി ഉജ്ജ്വലിച്ച് സുഷുമ്നാനാഡിയിൽ കൂടി ഭ്രൂമധ്യത്തെ ലക്ഷ്യമാക്കി പ്രവഹിക്കാൻ തുടങ്ങുന്നു. ബുദ്ധി തെളിഞ്ഞ ഏതൊരു സാധകനും ധ്യാനദശയിൽ പ്രാണശക്തിയുടെ പ്രവാഹം അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ്. ചിത്തപ്രസാദം കൊണ്ട് പ്രകാശം നിറഞ്ഞ് പരന്ന ഹൃദയമധ്യത്തിലെ അതിസൂക്ഷ്മമായ സുഷുമ്നാനാഡിയിൽ കൂടി പ്രാണശക്തി ശിരസ്സിനെ ലക്ഷ്യമാക്കി പ്രവഹിക്കുകയും ശാഖോപശാഖകളായി ശരീരമെങ്ങും വ്യാപിച്ചിട്ടുള്ള മറ്റനേകം നാഡികളിലേക്ക് പരക്കുകയും ചെയ്യുമ്പോൾ സാധകനായ സത്യാന്വേഷി അത്യുജ്വലമായ ഒരനുഭൂതിയിൽ മുഴുകുന്നു. ഈ അനുഭൂതി ദശയെയാണ് 9ാം ശ്ലോകത്തിൽ ഗുരുദേവൻ വിവരിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.